ശ്രീ രാജേഷ് ചിറപ്പാട് ഒരു ഇടത് അനുഭാവമുള്ള കുടുംബമായിരുന്നു. അതിൽ വിശ്വാസമർപ്പിച്ചായിരുന്നു അവർ ആദ്യഘട്ടങ്ങളിലൊക്കെയും നിന്നത്. അവരുടെ പ്രതികരണം പോലും അത്രമാത്രം പരിമിതമായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. ഇപ്പോൾ പോലും അവർ ആ രീതിയിൽ മാധ്യമങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് സമീപനം. ഞാൻ ഇന്നും ഈ ചർച്ചയുടെ ഭാഗമാകാൻ കുടുംബത്തിലെ പലരെയും ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ മാധ്യമ ചർച്ചകൾക്കോ അങ്ങനെയുള്ള സമീപനമൊന്നും ഒരു കാലത്തും അവർ സ്വീകരിച്ചിരുന്നില്ല. അവർക്ക് ആദ്യഘട്ടത്തിൽ വിശ്വാസമായിരുന്നു, പക്ഷേ ആ വിശ്വാസം നഷ്ടപ്പെടുന്ന പല കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽ വന്നു. അത് അവർ ചൂണ്ടിക്കാട്ടി, അത് അധികൃതരെയാണ് ചൂണ്ടിക്കാട്ടിയത്. CBI അന്വേഷണം എന്നൊരാവശ്യം മുന്നോട്ട് വെക്കുന്നു. ആ ഘട്ടങ്ങളിലൊന്നും ആ കുടുംബത്തിനോടൊപ്പം നിന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ CBI അന്വേഷണ നീക്കം പുതിയ സർക്കാർ പുറപ്പെടുവിക്കുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതം എന്ന് ആരോപിക്കുക കൂടി ചെയ്യുന്നു. അതെന്ത് നിലപാടാണ്? കുടുംബത്തോടൊപ്പം നിന്നില്ല എന്ന് പറയാൻ കഴിയില്ല. ആ കുടുംബത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചത്. വളരെ ദൗർഭാഗ്യകരമായൊരു കാര്യമാണ്. അവരുടെ ദുഃഖത്തിലും വേദനയിലും ആത്മാർത്ഥമായി പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ആണെങ്കിൽ ഇടതുപക്ഷത്ത് നിൽക്കുന്ന എല്ലാവരും. പക്ഷേ ഇതിനകത്ത് സംഭവിച്ച പല കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിലെ പോലീസ് സംവിധാനങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ സത്യസന്ധമായി അന്വേഷണം നടത്തി മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ആ മുന്നോട്ട് പോയ ഘട്ടത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി CBI അന്വേഷണം ആവശ്യമുണ്ട്. ഈ അന്വേഷണം തൃപ്തികരമല്ല എന്ന നിലയിൽ ആ കുടുംബത്തിൽ നിന്ന് പരാതികൾ ഉയർന്നു വരികയും അതിൻ്റെ ഭാഗമായി CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പല സമയങ്ങളിൽ പല ഘട്ടങ്ങളിലായിട്ടത് ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ആ വിഷയത്തിൽ പോലീസിന് വിശ്വാസത്തിലെടുക്കുകയാണ് ചെയ്തത്. പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമാണ്, അത് അങ്ങനെ തന്നെ പോകട്ടെ എന്ന് തൃപ്തികരം. ഇതിൻ്റെ രാഷ്ട്രീയമായ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നിപ്പം സഖാവ് കണ്ണൂർ ജില്ലാ CPIM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും സമന്നതനായ നേതാവ് സഖാവ് MV ജയരാജനും മാധ്യമങ്ങളോട് സംസാരിച്ചതിൽ തന്നെ അത് വളരെ കൃത്യമാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളാണ് അവർ സംസാരിച്ചത്. ആ കാര്യത്തിൽ തന്നെ ഇതിൻ്റെ രാഷ്ട്രീയം എന്താണ്? അപ്പം സഖാവ് KK രാഗേഷ് ചോദിച്ച വളരെ കൃത്യമായൊരു ചോദ്യമാണ്. വളരെ കൃത്യമാണത്. ഇവിടെ പോലീസ് സംവിധാനത്തിൽ വിശ്വാസമില്ലെങ്കിൽ ഇവിടെ മറ്റ് ക്രൈംബ്രാഞ്ച് പലതരത്തിലുള്ള അന്വേഷണ ഏജൻസികളുണ്ടല്ലോ. ഈ അന്വേഷണ ഏജൻസികളിലൊന്നും വിശ്വാസമില്ലാതെ CBIയിലേക്ക് പോകുന്നു, കേസ് വിടുന്നു. CBI കേസ് ഏറ്റെടുക്കുകയോ ഇല്ലയോ എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യമാണ്. അതിപ്പം നമുക്ക് അറിയില്ല. എനിക്കതിൻ്റെ ആഴത്തിലുള്ള നിയമവശങ്ങൾ അറിയില്ലെങ്കിൽ പോലും ഹൈക്കോടതിയും സുപ്രീം കോടതി ഇപ്പം നേരത്തെ ബഹുമാന്യായ അഡ്വക്കേറ്റ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. പിന്നെ ഹൈക്കോടതിയും സുപ്രീം കോടതി അടക്കം ഈ CBI അന്വേഷിക്കേണ്ടതില്ല, കേരളത്തിലുള്ള ഏജൻസികൾ ഒരു പോലീസ് സംവിധാനം അന്വേഷിച്ചാൽ മതി എന്നുള്ള ഒരു കാര്യം. അപ്പം ഇത് CBIയിലേക്ക് ഈ കേസ് വിടുക. അപ്പം നിലവിലുള്ള മറ്റ് ഏജൻസികളെ, കേരളത്തിൽ പോലീസ് മാത്രമല്ല പലതരത്തിലുള്ള ഏജൻസികളുണ്ട്.